നേവട്ടം കത്തിയും കൊണ്ട് കുത്തിക്കേറിക്കൊണ്ടിരിക്കുന്ന ഈ ചാക്കിനകത്ത് എന്താണെന്ന് നിങ്ങൾക്കറിയാൻ ആകാംക്ഷയില്ല. ഞാൻ പറഞ്ഞുതരാം. ഇത് എന്റെ വീട്ടിൽ ഞാൻ ഓർഡർ ചെയ്ത 2 കസേരകളാണ്, നല്ല കറുത്ത കസേരകൾ. മാമന്റെ മോന്റെ കല്യാണത്തിനും പോയിട്ട് ചേച്ചിയുടെ വീട്ടിൽ ചായ കുടിക്കാൻ കയറിയപ്പോൾ ഞാൻ അവിടെ കണ്ട 2 കസേരകൾ എന്റെ കണ്ണിലുടക്കി. പിന്നെ ഒന്നും നോക്കിയില്ല, ആമസോണിൽ തപ്പിയെടുത്ത കസേരകളാണ് ഈ കസേരകൾ. ഓർഡർ ചെയ്ത് 3 സാധനം കൈ കിട്ടി. പാഴ്സൽ കിട്ടിയ ഉടനെ അടുക്കളയിൽ പോയിട്ട് നേവട്ടം ഒരു കത്തിയും കൊണ്ടുവന്ന് ചാക്ക് കുത്തിക്കീറാൻ തുടങ്ങി. കൂട്ടിനവന്റെ അച്ഛനും ഉണ്ട് കേട്ടോ കൂടെ. അച്ഛനെയും തള്ളി മാറ്റിക്കൊണ്ട് അവൻ കത്തിയും കൊണ്ട് കുത്തിക്കീറുന്ന കണ്ടപ്പോൾ എന്റെ ഹൃദയം പൊടിഞ്ഞു പോയി. കാരണം 1300 രൂപ കൊടുത്ത് വാങ്ങിച്ച സാധനമാണ്. സ്ക്രാച്ചെങ്ങാനും വീണാൽ എന്റെ പൊന്നോ വിളിയായിട്ട് നിങ്ങളൊന്നും പേടിക്കേണ്ട. കാരണം സ്പോൺസർ അമ്മയാണ്. അമ്മയുടെ നല്ലത് എനിക്ക് കിട്ടും. മോനെ, നീ ആയുധം വെച്ച് കളിച്ചുകൊണ്ടിരിക്കുന്നത് അമ്മാമ്മയുടെ 1300 രൂപയുടെ മേലിലാണെന്ന് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ടെങ്കിൽ ആര് കേൾക്കാൻ, എവിടെ കേൾക്കാൻ? മുറ്റത്തൊരു കാക്കയെന്ന് പറഞ്ഞാൽ പാഞ്ഞു പോണ പയ്യനാണ് അവ ഇരിക്കണ ഇരിപ്പ് കണ്ടില്ലേ? കത്തിക്ക് മൂർച്ചയില്ലാത്തതുകൊണ്ടാണോ നേവട്ടന് പണി അറിഞ്ഞുകൂടാത്തതുകൊണ്ടാണോ എന്നറിയില്ല. കുറേ നേരത്തെ പരിശ്രമത്തിനൊടുവിൽ അരമണിക്കൂറുകൾക്ക് ശേഷമാണ് ഈ കസേരയൊന്ന് പുറം ലോകം കണ്ടത്. വെള്ളം പോലും കുടിക്കാതെ അരമണിക്കൂർ പണിയെടുത്താണ് ഈ കസേരയ്ക്ക് നേവട്ടം മോചനം നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കാണാൻ അവൾ അടിപൊളി സുന്ദരി കുട്ടിയായിരുന്നു. എനിക്ക് മാനുഫാക്ചറിങ് ഡിഫക്ട്സ് വല്ലതും ഉണ്ടോയെന്ന് അറിയാനാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഇവൻ കസേരയുടെ അടിയിലൊക്കെ കിടന്ന് നോക്കുന്നു. നമ്മളൊക്കെ കസേരയിട്ട് അത് ഇരുന്നാണല്ലോ നോക്കുന്നത്. ഇവൻ കസേരയുടെ അടിയിലാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നല്ല സ്ട്രോങ്